അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. ഇപ്പം നല്ല മാമ്പഴം കിട്ടുന്ന സമയമാണല്ലോ, എല്ലാ സ്ഥലത്തും നല്ല മാമ്പഴം ഉണ്ട്. അപ്പോൾ ഞാനിത് വീട്ടിലത്തെ മാമ്പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിലരൊക്കെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ അതിന് ഒരു പ്രത്യേക മാങ്ങൊക്കെ വാങ്ങിയിട്ടാണ് ഉണ്ടാക്കാറ്. ഞാൻ കിട്ടുന്ന എല്ലാ മാങ്ങ കൊണ്ടും ഞാൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു പച്ചമുളക്, ഒരു 4 പച്ചമുളക്, 2 മാമ്പഴം കുക്കറിലിടുക. അത് അണ്ടി ഇങ്ങനെ അരിഞ്ഞിട്ട് തൊലി കളഞ്ഞിട്ട് അണ്ടിയും കൂടെ ഇടാം കേട്ടോ. ഞാൻ അതിൽ അണ്ടി ഇട്ടിട്ടില്ല. പിന്നെ അതിനുശേഷം ഒരു കുറച്ച് 1/4 സ്പൂണ് മതി മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അധികം കൂടരുത്, മഞ്ഞൾ വല്ല കുത്തൽ വരും മഞ്ഞളിൻ്റെ. ഒരു വിസിൽ, ഒറ്റ വിസിൽ വന്നാൽ മതി. ആ ഒരു വിസിൽ വരുന്നവരെ നമുക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. പിന്നെ ഇതിലേക്ക് അരപ്പുകൾ തയ്യാറാക്കാനുള്ളത് ഒരു 3 ടേബിൾ സ്പൂണ് തേങ്ങ ഉണ്ട്, 2 മാങ്ങക്ക്, അല്ലെങ്കിൽ 2 ആയാലും കുഴപ്പമില്ല. കുഞ്ഞുള്ളി കുറച്ചുണ്ട്, ചെറിയ ഉള്ളി ഒരു 5-6 ഉള്ളി, ഒരു 1/4 സ്പൂണ് ജീരകം, ഒരു 1/4 ടീസ്പൂണ് ഉലുവ. ഈ അരപ്പിൽ ഞാൻ കുറച്ച് പിന്നെ പച്ചമുളക്, അതായത് തീരെ എരിവില്ലാത്ത മുളകായതുകൊണ്ട് അതിൽ എരിവ് കുറയും. അതുകൊണ്ടാണ് ഞാൻ അരപ്പിൽ മുളക് കൂട്ടുന്നത്. അല്ലെങ്കിൽ അതിൽ തന്നെ നല്ല എരിവുള്ള മുളകാണെങ്കിൽ പിന്നെ അരപ്പിൽ കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂണ്, അതിന് ഒരു 3-4 സ്പൂണ് തൈരും. അത് കൂട്ടിയിട്ട് ഞാൻ ഇത് കൂട്ടിയിട്ടാണ് അരപ്പ് തയ്യാറാക്കുന്നത്. ഈ തേങ്ങൻ്റെ, പച്ചമുളക്, ഉള്ളി, ജീരകം, തൈര്, ഇത് 3 എല്ലാം കൂടി കൂട്ടിയിട്ടാണ് അരപ്പ് തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മളെ മാമ്പഴം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക, കയ്യിലോണ്ട് ഉടച്ചാലും മതി കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറായി. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി പറയാം. തൈര് ഒരു വലിയ ടേബിൾ സ്പൂണ്, ഒരു 3 സ്പൂണ് തൈരുണ്ട്, ഒരു 1/4 ടീസ്പൂണ് ജീരകം, ഒരു 3.5 സ്പൂണ് ടേബിൾ സ്പൂണ് തേങ്ങ, ഉള്ളി. പിന്നെ ഇതിൽ ഇട്ട പച്ചമുളക് എരിവില്ലാത്ത കാരണം ഞാനൊരു 4 പച്ചമുളക് കൂടി അതിൽ കൂട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ പച്ചമുളക് ഇടുമ്പോൾ അത് എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ അരപ്പിൻ്റെ കൂടെ കൂട്ടേണ്ട ആവശ്യമില്ല. കൂട്ടും. അല്ലാതെ വെള്ളം ഒഴിക്കരുത്, കുറച്ച് കട്ടിയിൽ തന്നെ ഇരിക്കണം. നമ്മൾ കറി മത്തൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് കട്ടിയിൽ ഇരിക്കണം. കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിൽ പുളിയും തൈരിൻ്റെ പുളിയും മധുരവും എരിവും ഇതെല്ലാം കൂടി ചേർന്നൊരു കറിയാണിത്. ഒരുപാട് വെട്ടി തിളച്ചിങ്ങനെ ഒരുപാട് ഇതാവരുത്, വേറിട്ട് നിൽക്കരുത്. നമ്മളിതിൽ കടുക് പൊട്ടിക്കുക. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം പൊട്ടിത്തെറിക്കുക എണ്ണ ഒഴിക്കുമ്പോൾ.
നമ്മൾ സ്റ്റൗ സ്പീഡ് കുറവാണ്. ഈ മോഡേൺ സ്റ്റൗ എന്ന് പറഞ്ഞാൽ തന്നെ ഇത് ഷോക്ക് വെക്കാനേ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്നത് സാധാ സ്റ്റൗവാണ്. ഒരു 2 ടേബിൾ സ്പൂണ് എണ്ണ ആവശ്യത്തിന് ഒഴിച്ച എണ്ണ കുറക്കണം എന്ന് വേണ്ടവർക്ക് കുറക്കാം. ഞാൻ എല്ലാത്തിലും വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉള്ളത്. ഒരു ചെറിയ സ്പൂണ് കടുക് ഇടുക. ഇതിൽക്കൊരു നുള്ള് ഉലുവ. പിന്നെ കുറച്ച് ഉലുവ കൂടരുത്, അല്ലാണ്ട് കൂടണ്ട, കരിയും ചെയ്യരുത്. പിന്നെ ഒരു 4 തണ്ട് കറിവേപ്പില. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇപ്പം നല്ല മാമ്പഴം കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമ്മൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് വേറെ പാത്രത്തിൽ സെർവ് ചെയ്യും. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.